വെൽക്കം ടു സയാംസ്. നമുക്കിന്ന് ഗാലക്ടോസീൽ എന്ന കണ്ടീഷനെ കുറിച്ച് പറയാം. ഗാലക്ടോസീൽ മറ്റൊന്നുമല്ല, സ്ത്രീകളിൽ പ്രത്യേകിച്ചും മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സിസ്റ്റാണ്, ഒരു മിൽക്ക് ഡക്റ്റ് സിസ്റ്റാണ്. ബ്രസ്റ്റ് ടിഷ്യൂവിൽ മിൽക്ക് ഡക്റ്റുകളുണ്ട്. ആ മിൽക്ക് ഡക്റ്റുകളിലാണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് പ്രഗ്നൻസി ലാസ്റ്റ് സ്റ്റേജ് തൊട്ടിട്ട് ലാക്ടേഷൻ ടൈമിൽ വരെ ഈ ഒരു സിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ചിലരിലുണ്ട്. അതായത് ശരിക്കുള്ള ഫീഡിങ് നടക്കാതിരിക്കുമ്പോൾ മിൽക്കിൻ്റെ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവും. ചിലപ്പോൾ ഹോർമോണൽ ഡിസോർഡർ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ ഗാലക്ടഗോഗ് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ ചിലർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ ഒരു കണ്ടീഷൻ ഗാലക്ടോസീൽ മിൽക്ക് ഡക്റ്റ് സിസ്റ്റ് പലപ്പോഴും സ്ത്രീകളിൽ ആശങ്ക ഉണ്ടാക്കാറുണ്ട്. അതിന് കാരണം ഈ സിസ്റ്റ് അപകടകാരി ആയതുകൊണ്ടല്ല, ഇതൊരു സാധാരണ പ്രശ്നമാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് അപകടകാരിയായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ മറ്റു പല അസുഖങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ടാവും. പൊതുവെ ജനറലി ബ്രസ്റ്റ് ഡിസീസസ് എല്ലാം ചെറിയൊരു സ്വെല്ലിംഗ് പോലെയാണ് വരിക. ഇതിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചില ആളുകളിൽ ഫ്ലക്ച്വേറ്റിംഗ് സ്വെല്ലിംഗ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ സൈസ് കൂടും, ചിലപ്പോൾ കുറയും. അങ്ങനെ വ്യത്യാസം വരുന്ന തരത്തിലുള്ള സ്വെല്ലിംഗ് ആയിരിക്കും ഇതിൽ വരിക. പക്ഷെ സ്വെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ഈ ഒരു പ്രശ്നമുള്ള സ്ത്രീകളിൽ, പ്രത്യേകിച്ചും ലാക്ടേഷൻ പീരീഡിലുള്ള കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മമാരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ആദ്യം ഒരു ഡിസ്കംഫർട്ട് വരും, ചിലപ്പോൾ ഒരു അക്യൂട്ട് പെയിൻ വരും, പെട്ടെന്നൊരു വേദന വരാം. പക്ഷെ ഇത് കുറേ നാൾ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മിൽക്ക് ഹാർഡനിങ്ങിനൊക്കെ കാരണമായി മാറാം. അപ്പോൾ തുടക്കത്തിൽ ഇത് അറിയേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മറ്റു ഡിസീസ് ആണോ എന്ന് വിചാരിച്ചിട്ട്, ഇൻക്ലൂഡിങ് ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ കൂടി വേണ്ടിയാണ് ഇത് പറയുന്നത്. ഗാലക്ടോസീൽ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഡക്റ്റിൽ മിൽക്ക് കെട്ടിക്കിടന്ന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഇതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. ഇത് ഉറപ്പ് വരുത്തുവാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഗാലക്ടോസിൽ അത് അപകടകാരിയേ അല്ല, ജസ്റ്റ് അത് ഡ്രെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് കളയാം. ആ ഒരു കെട്ടിക്കിടക്കുന്ന മിൽക്ക് ആസ്പിറേറ്റ് ചെയ്ത് കളയാം, വലിച്ചെടുത്ത് കളയാം. ഒരു നീഡിൽ ആസ്പിറേഷൻ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആസ്പിറേറ്റ് ചെയ്ത് കളയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത്. പക്ഷേ കുറേ നാൾ ഈ കണ്ടീഷൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിനൊരു ഹാർഡനിങ് സംഭവിക്കും. ഈ മിൽക്ക് അവിടെ കെട്ടിക്കിടന്ന് കോൺസെൻട്രേറ്റഡ് ആയി ഹാർഡൻ ചെയ്ത് കാൽസിഫിക്കേഷൻ എന്ന അവസ്ഥയിൽ പോകും. അപ്പോൾ നമ്മൾ ഈ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സംശയം വരാം, ഇത് തന്നെയാണോ? ബാക്കി ഫീച്ചേഴ്സിലും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മാമോഗ്രാം ചെയ്ത് കൺഫേം ചെയ്യാം. ഇനി അതിൽ നമുക്കൊരു സംശയം നിലനിൽക്കുക ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ഭാഗം മാത്രം, അതായത് ഈ ഒരു ഡക്റ്റ് മാത്രമല്ലേ എഫക്റ്റഡ് ആയിട്ടുള്ളൂ, അതെടുത്ത് കളഞ്ഞാൽ മതി. അതൊരു ചെറിയ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം പൂർണ്ണമായിട്ടും മാറുന്നതാണ്.